പ്രേതപ്പടാണെങ്കിലും നല്ല പ്രേത, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള പ്രേത. ഒരു സ്ലോ മൂവി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. ഷറഫിന്റെ വേറൊരു പിക്ചർ ആണ്. ആർക്ക് വേണമെങ്കിലും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഇതൊരു ഫാമിലി പ്രേത കഥയാണ്. ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡിയാണ്. ഹൊറർ കോമഡി അങ്ങനെയുള്ള ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. കേറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്ലോ മൂവി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. ഷറഫിന്റെ വേറൊരു പിക്ചർ ആണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ഷറഫുദ്ദീൻ ഐശ്വര്യലക്ഷ്മി ആ ഒരു കോമ്പിനേഷൻ അല്ല, കംപ്ലീറ്റ് ഹീറോ. നമുക്ക് നല്ല എക്സൈറ്റ്, നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത് നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതായിരിക്കും സ്റ്റോറി നമുക്ക് ഫീൽ ചെയ്യണം. അങ്ങനത്തെ ഫീൽ അല്ല ഇത്. ഫുൾ ആൻഡ് ഫുൾ തിയേറ്ററിൽ ഇരുന്ന് ഫുൾ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് ഫിലിം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നൊരു സിനിമയുടെ ഇന്റർവ്യൂസിൽ തന്നെ ഇവർ പറയുന്നുണ്ടായിരുന്നു, ഒരു 5 വയസ്സിന് അതാണല്ലോ മനസ്സിലാവുന്ന ഒരു പ്രായം, അതാണല്ലോ 5 വയസ്സിന് മുകളിലേക്ക് ആർക്ക് വേണമെങ്കിലും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ് തോന്നുന്നു. എനിക്ക് താങ്ക് യു. ഹലോ മമ്മി നല്ല രസമുള്ള ഒരു ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ്. ഹൊറർ കോമഡി ജോണർ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഹൊറർ എലമെന്റ് കുറവാണ്, പക്ഷെ കോമഡി അത്യാവശ്യം വർക്കൗട്ടായിട്ടുണ്ട്. എനിക്ക് എടുത്തു പറഞ്ഞാൽ എനിക്ക് പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് VFX ക്വാളിറ്റി. പ്രൊഡക്ഷൻ വൈസ് ഒരു നല്ല, കാരണം ഒരു ഫാന്റസി മൂവി ആകുമ്പോൾ VFX അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഈ കാലത്ത്. സോ അത് നന്നായി കീപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു ലെവൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും കോമഡീസ് അത്യാവശ്യം നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. ക്ലൈമാക്സ് ഒരു 20 പോർഷൻ നല്ലൊരു ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ട്. ബിന്ദു പണിക്കർ നല്ല രസമുണ്ടായിരുന്നു. ഇവരുടെ കോമ്പിനേഷൻ ഐശ്വര്യ ഷറഫ് സ്ക്രീനിൽ നല്ല രസമുണ്ടായിരുന്നു. അത് കെമിസ്ട്രി എനിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ മൊത്തത്തിൽ എന്താ പറയുക, ഒരു ഫാമിലിക്ക് ഒന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ മൂവി. അങ്ങനെ ഞെട്ടിക്കുന്ന സീൻസ് വാങ്ങുന്നില്ല, ബട്ട് എന്റർടൈൻമെന്റ് ആണ്. കോമഡി അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതൊരു ഫാമിലി പറയുന്ന കഥയാണ്. നല്ല സിനിമയായിരുന്നു, സൂപ്പർ, കണ്ടിരിക്കാം. നല്ല കോമഡി ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷറഫക്കയുടെ ആ ഒരു കംബാക്ക്, പണ്ടത്തെ ഷറഫക്കയുടെ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. പ്രേതപ്പടാണെങ്കിലും നല്ല പ്രേത, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള പ്രേത. പിന്നെ മമ്മി 2-ല് മമ്മീനെ കാണിക്കുന്നു വിചാരിക്കുന്നു, ഇതിൽ കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു സസ്പെൻസ്, പിന്നെ വില്ലനും എല്ലാം കൊണ്ട് രസമാണ്. നമുക്ക് വന്നിരുന്ന് ചിരിച്ച് കളിച്ചിട്ട് ഒന്ന് മൈൻഡൊക്കെ ഫ്രീ ആയിട്ട് പോവാം. സൂപ്പർ നല്ലതാണ്, ഇഷ്ടമായി. കോമഡി ഹൊറർ ജോണർ, അങ്ങനെ റൊമാൻസ് ഉണ്ട്, ത്രൂ ഔട്ട് സെന്റിമെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡിയാണ്. പിന്നെ ഷറഫുദ്ദീൻ നല്ല ആക്ടറെ മാറുകയാണ്. ലാലേട്ടൻ പോലെ ഒരു വെർസറ്റൈൽ ആക്ടർ, ഏത് റോളും ചെയ്യാൻ പറ്റുന്ന തെളിയിക്കുകയാണ്. പിന്നെ ഐശ്വര്യലക്ഷ്മി മാനേജറുണ്ട്. ഇവർ രണ്ടിനാണ് പുതിയ പെയറിംഗ് ആണ്. പിന്നെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ഇതൊരു ഫാന്റസി മൂവിയാണ്. മൺചിത്താൽ പോലെ കോമഡി ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഹൊററും ഉണ്ട്. ഹൊറർ ഉണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര പേടിപ്പിക്കുന്ന ഹൊററല്ല. ഫാമിലിക്ക് യൂത്തിന് എല്ലാം ഇഷ്ടപ്പെടും. ഒരു എക്സ്പീരിയൻസ് മൂവിയാണ് ബേസിക്കലി. പക്ഷേ എക്സ്പീരിയൻസ് വർക്കൗട്ട് ആയിട്ടുണ്ട്. ലാഗ് സംഭവമില്ല. സ്ക്രിപ്റ്റും ഡയറക്ഷൻ നോക്കുന്നതാണ്. എഡിറ്റിംഗ്, ക്യാമറ വർക്ക് എല്ലാം നല്ലതാണ്. ഓണത്തിലാണ് നിങ്ങളൊരു ഫാന്റസി മൂവി, ഫിക്ഷൻ, പാരസൈക്കോളജി ആ രീതിയിൽ എടുക്കണം. മൺചിത്താൽ കാണുമ്പോൾ ആ രീതിയിലെടുത്താൽ നല്ലൊരു എന്റർടൈനറാണ്. എന്തായാലും വലിയ ഹിറ്റാവേണ്ട മൂവിയാണ്. ഐശ്വര്യലക്ഷ്മി ശരിക്കും നടത്തുന്നുണ്ട്. എല്ലാവരും റൺ ചെയ്യുന്നുണ്ട്. ബിന്ദു പണിക്കർ ആണെങ്കിലും ജഗദീഷ് ആണെങ്കിലും എല്ലാവരും റൺ ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ട് വലിയൊരു ഹിറ്റാവാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ടെക്നിക്കലി വളരെ സൗണ്ടാണ്, നല്ല മൂവിയാണ്. നന്നായിട്ട് വർക്കൗട്ട് ആയിരുന്നു. ഹോളിവുഡ് പടം കാണാൻ എഫക്റ്റ് വരുന്നത്. ഇത് നിങ്ങൾ OTT-ൽ വെയിറ്റ് ചെയ്യരുത്, തിയേറ്ററിൽ കാണും. തിയേറ്ററിൽ ഒന്ന് കാണേണ്ട പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് വാച്ച് ആണ്. 5-ൽ 4.5 മാർക്സ് കൊടുക്കാം. എല്ലാം ഇഷ്ടപ്പെട്ടു. ഇതിൽ ഹൊററും ഉണ്ട്, കോമഡിയും ഉണ്ട്. കുറെ നാൾ കൂടിയിട്ടാണ് നല്ല പടം. ചിരിച്ചു, പേടിച്ചു, ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ എല്ലാവരുടെ അഭിനയം നല്ലതാണ്. സുജാത ചേച്ചിയുടെ ഒരു പാട്ടുണ്ട്, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ മൂവിയാണ്, എല്ലാരും എന്തായാലും പോയി കാണും. കോമഡിയാണ്, ഇമോഷണലി കണക്റ്റും ആണ്, എല്ലാം കൊണ്ടും ഒരു നല്ല മൂവി. സൂപ്പറായി, ഇഷ്ടമായി. എല്ലാം ഉണ്ട്, നല്ലായിരുന്നു.